ഹേലോ, ഇന്നൊരു ഡസ്റ്റക്കർ ആയാലോ? ഒരു ക്യൂട്ട് ഓർഗനൈസറൂടെ ആവാം അല്ലേ? അപ്പോൾ അത് ഞാനൊരു പെട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള ഒരു പെട്ടി എടുക്കാം. പിന്നെ ഈ ബ്ലേഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. നല്ല ഷാർപ്പുമാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ബുക്ക് മാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാമേ. ഭയങ്കര ക്യൂട്ടാണ്. ഈ കവായി എന്തോ ആ സാധനം, ആ കാർട്ടൂൺ ബേസ് ആയിട്ടുള്ള ബ്ലേഡാണ്. മൂന്നൂടെ ഒരു സെറ്റ് കിട്ടിയതാണ് എനിക്ക്. അപ്പോൾ ഭയങ്കര വേർത്താണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 100 സംതിങ് ആണ് കേട്ടോ, 100 സംതിങ് ആണ്. ആ റേറ്റിന് അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതിയായിട്ട് അത് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചുറ്റിനും ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് കളർ ചെയ്തെടുക്കണം. അപ്പം ഞാൻ ലാവൻഡർ കളറാണ്, എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറ് ലാവൻഡർ കളറാണ്. അപ്പം ഞാൻ ലാവൻഡർ കളറാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ലാവൻഡർ കളറാണ് എടുത്തേക്കുന്നത്. ഇനി അതൊന്ന് ആ സ്റ്റിക്സ് മൊത്തം പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 24 സ്റ്റിക്സാണ് എടുത്തേക്കുന്നത്. ഒരു സൈഡിൽ 6 വെച്ച് 24 സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്ത് കൊടുക്കാമേ. ഒരു ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ എടുത്തേക്കുന്നത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സ്റ്റിക്സൊക്കെ പെയിൻറ്റ് ചെയ്യാൻ ഫ്ലാറ്റ് ബ്രഷാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിന് ചുറ്റും അത് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന പശ വുഡ് ഫില്ലാണ്, ബാക്കിയുള്ള പശയൊക്കെ തീർന്നു പോയി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് നല്ലൊരു ഇത് ഒട്ടിക്കാൻ പറ്റുന്ന പശ എടുക്കുക. ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക. അതൊക്കെ വെച്ച് നല്ലോണം ഒട്ടിച്ചു കൊടുക്കുക. പശ അധികം കളയരുത്. ഈ പശയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മേലിൽ, ആ സ്റ്റിക്കിൻ്റെ മേലിൽ പറ്റാതെ നോക്കുക, അല്ലെങ്കിൽ വെളുത്തിരിക്കും. അതൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എൻ്റെ ബാക്കിയുള്ള പശയെല്ലാം തീർന്നുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഞാൻ മോസ്റ്റ്ലി ഇതാണ് ഉപയോഗിക്കുന്നത് ക്രാഫ്റ്റ്സിലൊക്കെ. അപ്പോൾ അതേ മൊത്തത്തിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനും ഒരു സാറ്റൻ റിബൺ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒട്ടിച്ചാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മേലിൽ കൂടെ ഒരു അടിപൊളി ക്യൂട്ട് ബോ ആണ് ഞാൻ ചെയ്തേക്കുന്നത്. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ഡബിൾ സൈഡ് ടേപ്പാണ് പുറകെ ഒട്ടിച്ചേക്കുന്നത്. മറ്റേ വുഡ് ഫില്ല് വെച്ച് അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്യാൻ മറക്കണ്ട, ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ബോ ഉണ്ടാക്കാൻ ഉള്ള കഷ്ടപ്പാട് വേറെയാണ്. കുറേ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ കിട്ടിയത്. എന്തായാലും അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്യൂട്ട് ഓർഗനൈസറാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബ്രഷ് പെന്നൊക്കെ ഇട്ട് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ.